നമ്മുടെ ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ ദൈവമായി സ്വർഗ ഇടങ്ങളിൽ വലിയ ആഘോഷങ്ങളോടുകൂടി ഇരിക്കുന്നൊരു ദൈവമല്ല. അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യരുടെ കൂടെ ജീവിക്കുകയും ചെയ്തവനാണ്. അതിന് കാരണമായി പറയുന്നത് യേശുക്രിസ്തുവിനെ തന്നെ പറ്റി പറയുന്ന ഇതാണ്: പെടുന്നവരും വിശദീകരിക്കുന്നവനും പുറപ്പെടുന്ന ഒരുവനിൽ നിന്ന് തന്നെ എന്ന് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 11-16 വരെയുള്ള വചനങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതായത് യേശുക്രിസ്തു പുറപ്പെട്ടത്, ഉത്ഭവിച്ചത് പിതാവിൽ നിന്നും, നാമും ദൈവത്തിൻ്റെ മക്കളായ നാമും പുറപ്പെട്ടത് പിതാവാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഒരേ കുടുംബത്തിൽ നമ്മൾ അംഗങ്ങളാകേണ്ടതിന് യേശു ക്രിസ്തുവിനെ മനുഷ്യനായി ജനിപ്പിച്ച് പിതാവാം ദൈവം നമ്മളെ മുഴുവൻ ഒരു ഫാമിലിയാക്കി മാറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ പിതാവാം ദൈവത്തിൻ്റെ ഫാമിലിയിൽ അംഗമാകുന്നു എന്ന രഹസ്യം പറഞ്ഞു തരാം. അതായത് യേശു ക്രിസ്തു മനുഷ്യനായി ജനിച്ചപ്പോൾ, അവൻ നമ്മുടെ മാംസവും രക്തവും ഉള്ളവനായി ജനിച്ചപ്പോൾ എന്തായിത്തീർന്നു? അവൻ ദൈവവുമാണ്, നമ്മുടെ മൂത്ത സഹോദരനുമാണ്. പിതാവാം ദൈവത്തിൽ നിന്ന് ജനിച്ച ആദിജാതനാകിയാൽ, ഫസ്റ്റ് പുത്രനാകിയാൽ അവൻ്റെ സഹോദരിമാരാണ് നാം എല്ലാം. അതുകൊണ്ട് നമ്മൾ പിതാവാം ദൈവത്തിൻ്റെ ഫാമിലിയിൽ അംഗമാകുകയാണ് യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചതുകൊണ്ട്. പിന്നീട് അവൻ മരണത്തിൻ്റെ മുകളിൽ അധികാരമുണ്ടായിരുന്ന പിശാചിനെ തൻ്റെ സ്വന്തം മരണത്താൽ തകർത്തുകൊണ്ട് ആ പിശാചിൻ്റെ അധികാരത്തെ തകർത്ത് കളഞ്ഞു. കാരണം യേശുക്രിസ്തു പാപം ചെയ്യാതെ നമ്മൾ ഇടയിൽ മരിച്ചതുകൊണ്ട് അവന് പാപത്തിൻ്റെ ശമ്പളമാണല്ലോ മരണം. മരണത്തിന് അവൻ്റെ മുകളിൽ അധികാരമില്ലാതായപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ മരണത്തെ തകർത്തു എന്ന് നമുക്ക് സാക്ഷ്യം നൽകി. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ നിന്ന് നീങ്ങുവാനിടയായി. അപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? ഇപ്പം നാം കരുതുക, ഒരു മുക്കുവന്മാരുടെ ഇടയിലേക്ക് അവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു മുക്കുവനായി ചെല്ലണം. എന്നാൽ മാത്രമേ അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടസ്സം നീക്കം ചെയ്യുവാൻ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ പിതാവാം ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന അടിമത്തത്തിൻ്റെ പിശാച് അടിമത്തമാക്കി വെച്ചിരിക്കുന്ന മരണഭയത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മെ മോചിതരാക്കി. അവൻ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷിക്കാൻ നൽകിക്കൊണ്ട് ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു. അവൻ മരിച്ചതിന് ശേഷം അവൻ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലും അവൻ്റെ രക്തം നമുക്ക് പാനം ചെയ്യാനും നൽകിക്കൊണ്ട് നമ്മൾ അവൻ്റെ രക്തവും ശരീരവും പാനം ചെയ്യുമ്പോൾ നമ്മൾ പിതാവാം ദൈവത്തിൻ്റെ ഫാമിലിയിൽ അംഗമായി. നമുക്കറിയാം, ഒരു ഫാമിലിയിൽ അംഗമായവരെ DNA പരിശോധിച്ചാൽ ഒരേ DNA ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫാമിലിയിലാണെന്ന് സയൻസ് തെളിയിക്കുന്നത് പോലെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുക വഴി ദൈവത്തിൻ്റെ ഫാമിലിയിൽ അംഗമാകുകയും പിതാവാം ദൈവത്തിൽ നിന്ന് വന്നവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും